ബ്രിട്ടീഷ് ഗ്രന്ഥശാല സംഘം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ അതിഥികളായി എത്തി. കേരളത്തിലെ മധ്യകാല ചരിത്രത്തെ സംബന്ധിച്ച് വിലയേറിയ മലയാളം, സംസ്കൃതം, അറബി മലയാളം പുരാരേഖകൾ ലണ്ടനിലെ ലൈബ്രറിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇവ പുതുതലമുറയിലെ ഗവേഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനാണ് സംഘം എത്തിയത്. സ്വർണ്ണത്തകിടിൽ സാമൂതിരിയും ഡച്ചുകാരും 1691 തയ്യാറാക്കിയ ഉടമ്പടിയും 1710 തയ്യാറാക്കിയ വെള്ളിയിൽ നിർമ്മിച്ച ഉടമ്പടിയുമടക്കം നിരവധി രേഖകൾ കേരളത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ലൈബ്രറി സൂക്ഷിക്കുന്നുണ്ട്. ഷേക്സ്പിയർ കൃതികളുടെ 10ഓളം മലയാളം വിവർത്തനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. കേരളമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആർക്കൈവൽ മെറ്റീരിയലാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിലുള്ളത്. പ്രധാനമായിട്ടും പലപ്പോഴും അറിയാത്തൊരു കാര്യം, സാമൂതിരി സ്വർണത്തിൽ എഴുതിയ ഡച്ചുകാരുമായിട്ടുള്ള ഉടമ്പടി ബ്രിട്ടീഷ് ലൈബ്രറിയിലുണ്ട്. അതുപോലെ സാമൂതിരി വെള്ളിയിൽ എഴുതിയ ഉടമ്പടി 1710 എഴുതിയ ഉടമ്പടി ഉണ്ട്. മറ്റേ നേരത്തെ പറഞ്ഞ ഉടമ്പടി 1691 എഴുതിയതാണ്. ഇതിൻ്റെയൊക്കെ ഒറിജിനൽ അവിടെ ഉണ്ട്. ഇതൊക്കെ മലയാളത്തിലാണുള്ളത്. അത് സൂചിപ്പിക്കുന്നത് കോഴിക്കോട് എത്രത്തോളം സമ്പന്നമായിരുന്നു അക്കാലത്ത് എന്നുള്ളതാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലത്ത് ഭരണാവശ്യത്തിനായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ശേഖരിച്ച സംസ്കൃതം, തിബറ്റൻ ഭാഷകളിലും വിവിധ ഇന്ത്യൻ ഭാഷകളിലും എഴുതപ്പെട്ട പ്രമാണരേഖകൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഗവേഷണത്തിന് ഉപയോഗപ്രദമാവും. അവർ കോഴിക്കോട് സർവകലാശാലയിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് അക്കാഡമിയുടെ കീഴിൽ നടത്തുകയും ആ വർക്ക്ഷോപ്പിൽ വെച്ച് മാനുസ്ക്രിപ്റ്റ് കളക്ഷനെക്കുറിച്ചും അതിൻ്റെ ലണ്ടനിലുള്ള മലയാളത്തിലും സംസ്കൃതത്തിലും അതുപോലെ ഉത്തരേന്ത്യയിലെ വിവിധ ഭാഷകളിലുമുള്ള ശേഖരത്തെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലും അവിടേക്ക് പഠിക്കുന്നതിന് വേണ്ടി ഗവേഷകരെ ക്ഷണിക്കലുമായിരുന്നു ആ വർക്ക്ഷോപ്പിൻ്റെ ലക്ഷ്യം. അക്കാദമിയുടെ ഗവേഷണ ഗ്രന്ഥാലയത്തിലുള്ള 1500ഓളം വരുന്ന അറബി മലയാളം ഗ്രന്ഥങ്ങളുടെ ശേഖരം ബ്രിട്ടീഷ് ലൈബ്രറി പ്രതിനിധികൾ പരിശോധന നടത്തി. ബ്രിട്ടീഷ് ലൈബ്രറിയുടെ ശേഖരത്തിലുള്ള അറബി മലയാളം ഗ്രന്ഥങ്ങളും അക്കാദമിയിലുള്ള അറബി മലയാളം ഗ്രന്ഥങ്ങളും ഗവേഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള സാധ്യതകൾ സംബന്ധിച്ച് 2 സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളും ചർച്ച നടത്തി. അക്കാദമിയിലെ ചരിത്ര സാംസ്കാരിക മ്യൂസിയം, മലബാർ കലാപം ഫോട്ടോ ഗാലറി എന്നിവയും അതിഥികൾ കണ്ടു. കൈരളി ന്യൂസ്, മലപ്പുറം.